അഹാൻ നടത്തിയ കൂട്ടക്കൊലപാതകങ്ങളിൽ ഒരുപക്ഷെ നമ്മളെ എല്ലാവരെയും ഏറ്റവും അധികം വേദനിപ്പിച്ചത് അക്സാൻ്റെ വിയോഗമാണ്. അതായത് അഫാനും അക്സാനും സഹോദരങ്ങൾക്കപ്പുറം ഒരു പിതാവിനെ പോലെയാണ് അഹാൻ അഫ്സാനെ സ്നേഹിച്ചിരുന്നത് എന്നുള്ളതാണ് പരിസരവാസികളടക്കം പറയുന്നത്. ഇവരെല്ലാവരും ഈ കുട്ടികളെല്ലാവരും ഈ കുഞ്ഞുങ്ങളെല്ലാവരും അക്സാൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, ഈ പരിസരവാസികളുമാണ്. നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു അക്സാനെ വളരെയധികം നല്ല ബന്ധമുള്ള കൂട്ടുകാർ തന്നെയായിരുന്നു. അക്സാൻ്റെ കൂട്ടുകാരാണ് നിങ്ങളെല്ലാവരും. അതെ, നമ്മളെല്ലാവരും നല്ല കൂട്ടുകാരാണ്. കളിക്കാനൊക്കെ പോകുമ്പോൾ വന്ന് വിളിക്കും, ഇപ്പോൾ വരാറൊക്കെ ഉണ്ട്. പിന്നെ സ്കൂളിൽ വെച്ച് കാണാറുണ്ട്. അക്സാൻ ശരിക്കും ഏത് ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്? 8ാം ക്ലാസ്. നിങ്ങളെല്ലാവരും? നമ്മൾ 9ൽ. ക്ലാസ്സിലാണ്. പൊതുവെ ഈ അഹാനുമായിട്ട് വലിയ രീതിയിലുള്ളൊരു സഹോദര ബന്ധമുള്ള ഒരു കുട്ടിയായിരുന്നില്ല? എപ്പോഴും പറയുമായിരുന്നു എപ്പോഴെങ്കിലും അഹാനെ പറ്റിയിട്ടൊക്കെ? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ കാണാം, എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല സ്നേഹമാണ്, അങ്ങോട്ടായാലും അവർ തമ്മിൽ നല്ല സ്നേഹമാണ്. എപ്പോഴും ഈ ചേട്ടൻ്റെ കൂടെ ബൈക്കിൽ എപ്പോഴും കാണും? എപ്പോഴും കാണും. എവിടെ പോകണമെങ്കിലും കെട്ടിപ്പിടിച്ചൊക്കെ ഇരുന്നാണ് രണ്ടുപേരും പോണത്. അപ്പോൾ അതിൻ്റെതായ സ്നേഹം അവർ കാണി. പക്ഷേ ഇത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ചേട്ടൻ ഈ അഹാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ? കാണുമ്പം ചിരിക്കും, അല്ലാതെ വലുതായിട്ട് അങ്ങനെ അടുത്തും ഇങ്ങനെ മിണ്ടിയൊന്നുമില്ല. മക്കൾ നിങ്ങളെല്ലാവരും എപ്പോഴാണ് ശരിക്കും ഈ ഒരു സംഭവത്തിനെ പറ്റി അറിയുന്നത്? നമ്മൾ ഇന്നലെയൊക്കെ കുറേ ആംബുലൻസും അതൊക്കെ വന്നപ്പോഴാണ് അറിയുന്നത്. അവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ അത്രയും ജനങ്ങളൊക്കെ വന്ന് അറിയണത്. ഇപ്പോൾ അതായത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഈ അഫ്സാനും അഹാനും ഒരുമിച്ച് തന്നെയായിരുന്നു. യാത്രയാണെങ്കിലും കൂടെ നടക്കുമ്പോഴൊക്കെ ഒപ്പമുണ്ടായിരുന്നു. ഈ അനുജനെ നല്ല സ്നേഹത്തിലായിരുന്നു അവർ നടക്കുന്നത്. അങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ അധികം അവരാരും ഇറങ്ങത്തില്ല. അപ്പം വലിയതായിട്ട് നമുക്ക് അവരുടെ അടുത്ത് കമ്പനിയും അങ്ങനെ ഒന്നും ഇല്ല. ഈ ഇടയ്ക്കൊക്കെ അവൻ കളിക്കാൻ വന്ന് ഈ ഇടവിട്ടാണ് അവർ കളിക്കാനൊക്കെ വന്നു തുടങ്ങിയത്. അപ്പം അത്രേ അറിയാവും. എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളെ പറ്റിയിട്ടോ ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നും പറയേണ്ട ഒരു സാഹചര്യം ഇതുവരെ പറയേണ്ടൊന്നുമില്ല. നമ്മളങ്ങനെ ചോദിക്കാനും ഇല്ല. അവൻ അങ്ങനെ വന്ന് പറയാത്ത, അവൻ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. അഫ്സാനെ പറ്റിയിട്ടാണോ പറയുന്നത്? അല്ല, അഫ്സാൻ അങ്ങനെ അധികം സംസാരിക്കത്തൊന്നുമില്ല. പാവം ഒരു പയ്യനായിരുന്നു. നമ്മളെ കൂടെ എപ്പോഴും വരും, വന്ന് വിളിക്കുമ്പോഴേ കളിക്കാനൊക്കെ വരും. പിടിച്ചുകൊണ്ടാ നിൽക്കും. പാവം പയ്യനാണ്. കളിക്കാനൊക്കെ നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാരാണല്ലേ? ഈ ശരിക്കും അഹാനുമായിട്ട് അങ്ങനെ ഒരു രീതിയിലും സംസാരിക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങളാരും? കാണും, ഇടയ്ക്കിടെ കാണുമ്പോഴൊക്കെ വന്നിട്ട് ആടാ സുഖം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പോവും, അത്രയൊക്കെ തന്നെ. അഫ്സാൻ ഈ മോൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ കൂടുതൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുക? സാധാരണ സുഹൃത്തുക്കളിടയ്ക്കുള്ള സംസാരം അല്ലാണ്ട് വീട്ടിനെ പറ്റിയിട്ടോ ആഹാനെ പറ്റിയിട്ടോ? എല്ലാത്തും മിണ്ടാറില്ല. അവൻ കളിക്കാൻ വരുമ്പോൾ നമ്മൾ വല്ല പറയണമെങ്കിൽ ചിരിക്കും, അല്ലാതെ ചോദിക്കണതിന് ഉത്തരം പറയും, അല്ലാതെ അവൻ വലുതായിട്ടൊന്നും മിണ്ടൂല. വളരെ സൗമ്യനായിട്ടുള്ള കുട്ടിയായിരുന്നു, പക്ഷെ എപ്പോഴും ചിരിച്ചൊക്കെ നിൽക്കുന്ന കുഞ്ഞായിരുന്നു. എപ്പോഴും ചിരിച്ചോളാൻ കഴിക്കും. നമ്മൾ എന്തിനു വെച്ചാൽ അതിന്റെ ഉത്തരം മാത്രം പറയും, എപ്പോഴും ചിരിക്കും. നിങ്ങൾക്ക് ശരിക്കും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതായത് ആ ഒരു രീതിയിലുള്ളൊരു സഹോദര ബന്ധമായിരുന്നല്ലോ അവർ തമ്മിലില്ലേ? എപ്പോഴും ഒരുമിച്ചുണ്ടാവും, ബൈക്കിൽ ഒരുമിച്ച് കൊണ്ടുപോകും, ഭക്ഷണം മേടിച്ചു കൊടുക്കും. ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും നിങ്ങൾക്ക് ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലേ? ശരിക്കും അന്ന് നമ്മൾ ഇത് നടക്കുന്നതിന് കുറച്ച് മുമ്പ് അവന്റെ കൂടെ ഇരുന്ന് എക്സാം ഒക്കെ എഴുതി നമ്മൾ സ്കൂളിൽ വെച്ച് കണ്ട പയ്യനാണ്. നിങ്ങൾ രണ്ടുപേരും അടുത്തടുത്താണോ എക്സാം എഴുതിയിരുന്നത്? അക്സാനും എഴുതിക്കൊണ്ടിരുന്ന് എൻ്റെ കൂടെയാണ് വരുന്നത്. ഞാൻ ചോദിച്ചാ എക്സാം ഒക്കെ എളുപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച്. ഫസ്റ്റ് എക്സാമില് എൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു. എത്ര നാൾ മുന്നേ ആയിരുന്നു എക്സാം നടന്നിരുന്നത്? എക്സാം ഇന്നലെ ഈ സംഭവം നടക്കണേ അന്നാണ് എക്സാം നടന്ന്. ഞാൻ എഴുതി, എക്സാം ഒക്കെ എഴുതി വീട്ടിൽ വന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അറിയണം ഇവൻ ഇത് കണക്ക് ചെയ്ത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ അറിയണത്. അവൻ്റെ പേരെന്താ? ആദിൽ. റായാൻ. എന്തായാലും ഈ ഒരു പരിസരവാസികളായിട്ടുള്ള അക്സാൻ്റെ സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ സ്കൂളിൽ ജസ്റ്റ് സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അതായത് അക്സാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഈ കുട്ടികളെല്ലാം 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വലിയ രീതിയിലുള്ള സഹോദര ബന്ധം അഹാനും അഫ്സാനും തമ്മിൽ ഉണ്ടായിരുന്നു. അതായത് എവിടെ പോയി കഴിഞ്ഞാൽ അവർ ഒരുമിച്ചായിരുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ബൈക്കിലൊക്കെ പോകുമ്പോഴും അക്സാനൊപ്പം എടുത്ത് തന്നെയായിരുന്നു അഹാൻ എപ്പോഴും യാത്ര ചെയ്തിരുന്നത്. ആ രീതിയിലൊരു സഹോദരനപ്പുറം ഒരു പിതാവിനെ പോലെ തന്നെയായിരുന്നു അഹാൻ ഈ കുഞ്ഞിനെ കണ്ടിരുന്നെന്നുള്ളതാണ്. തൊട്ടടുത്തിരുന്ന് പരീക്ഷ എഴുതിയ ഒരു സുഹൃത്ത് കൂടിയാണ്. ഒരിക്കലും ഒരു രീതിയിലും ഈ കുഞ്ഞുങ്ങൾക്ക് ആർക്കും അക്സാൻ്റെ വിയോഗം അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിലുണ്ടായ ഈ ഒരു ദാരുണ സംഭവം ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല. കാരണം വിദൂരമായിട്ട് പോലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടോ ആരെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ അക്സാൻ പോലും പറഞ്ഞോ എന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. എപ്പോഴും സൗമ്യനായിട്ട്, കണ്ടാൽ ചിരിച്ചൊക്കെ സംസാരിക്കുന്ന, ചോദിച്ചാൽ മാത്രം ഉത്തരം പറയുന്ന, ആ രീതിയിലുള്ള വളരെ ഒരു മിതഭാഷിയായിട്ടുള്ള എന്നാൽ സൗമ്യനായിട്ടുള്ളൊരു കുഞ്ഞായിരുന്നു അക്സാൻ എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു നാട് ഒന്നാകെ വളരെ ദുഃഖത്തിലാണ്. ഒരു രീതിയിലും ഈ ഒരു സഹപാഠികൾക്കോ വിദ്യാർത്ഥികളോ ആവട്ടെ, ഈ ഒരു നാട്ടുകാർക്ക് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നിന്നും അഭിജിത്തിനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.